പ്രിയ പ്രേക്ഷകരെ, ആലപ്പുഴ ബീച്ചിൽ അനധികൃതമായ നിർമ്മാണം, അത് താൽക്കാലിക നിർമ്മാണം ആയിരുന്നു. കാർണിവലിൻ്റെ പേരിൽ ആയിരുന്നു അത്തരം താൽക്കാലികമായ നിർമ്മാണം നടന്നത്. അതിനുശേഷം ആ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിച്ച ശേഷം, അല്ലെങ്കിൽ ആ കാർണിവൽ സമാപിച്ച ശേഷവും അവിടുത്തെ അവശിഷ്ടങ്ങളൊന്നും നീക്കം ചെയ്തിട്ടില്ല. അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒപ്പം ആ ബീച്ചിൽ എത്തുന്നവർക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്ത നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നത്. ഇപ്പോഴിതാ അതിൻ്റെ തുടർ വാർത്തകളിലേക്ക് പോകുമ്പോൾ, ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം കലർന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായതായി 6 വയസ്സുകാരൻ്റെ രക്ഷിതാക്കൾ പരാതിപ്പെടുകയാണ്. തോട്ടപ്പള്ളി പുളിന്താഴ സ്വദേശി അഞ്ജലി സുബിത് ദമ്പതികളുടെ കുട്ടിയെ ആണ് അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏപ്രിൽ 24 ആയിരുന്നു കുട്ടിയുമായി ഈ കൃത്രിമ വെള്ളച്ചാട്ടം ആയ വണ്ടർ ഫാൾസിൽ ഇവർ എത്തിയത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപക്ഷെ മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ എത്ര പേർ രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നതിലാണ് നമുക്ക് സംശയം. ഇപ്പോഴിതാ നമ്മൾ നൽകിയ വാർത്ത, ആ വാർത്തയെ തുടർന്ന് മറ്റു ചില പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായും ഇങ്ങനെയാണ് അണുബാധ ഉണ്ടായത് എന്ന് അവർ ഉറപ്പിച്ചു തന്നെ പറയുകയാണോ? എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങൾ? അഭിലാഷ്, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം, അതായത് വണ്ടർ ഫോൾസിൽ എത്തി ആ ജലത്തിൽ കുളിച്ച ശേഷം, അതായത് നമുക്കറിയാം കുട്ടികളടക്കം ആ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്ന ദൃശ്യങ്ങളടക്കം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു കൃത്രിമ വെള്ളച്ചാട്ടവും അത് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളുമായിരുന്നു ആലപ്പുഴ ബീച്ച് കാർണിവലിനോട് ബന്ധപ്പെട്ട് ആലപ്പുഴ ബീച്ചിൽ ഒരുക്കിയിരുന്നത്. ഇതിൽ ഈ ഉപയോഗിച്ച വെള്ളമാണ് അത് മലിനജലമായിരുന്നു എന്നുള്ളത് ആണ് നമ്മൾ പുറത്തുവിട്ട ആദ്യ വിവരം. അതായത് ഈ വണ്ടർ ഫോൾസ് വേണ്ടി ക്രമീകരിച്ച കുഴൽക്കിണറുകളും അനധികൃതമായി കുഴിച്ച കുഴൽക്കിണറുകളും അതിനോടൊപ്പം തന്നെ ബീച്ചിൽ പലയിടങ്ങളിലായി കുത്തിയ കുഴിക്കക്കൂസുകളും തമ്മിൽ മീറ്ററുകൾ മാത്രം വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അതോടുകൂടിയാണ് ആ ജലം സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുത്തത്. ആ പരിശോധിച്ച സാമ്പിളുകളിലാണ് കോളിഫോം ബാക്ടീരിയയുടെ അളവ് 100 ml 1000-ലധികമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയത്. അതായത് കക്കൂസ് മാലിന്യം ഇടകലർന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ അതിനുശേഷം, അതായത് നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷം നിരവധി ആളുകൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പുറത്തു വന്നിരുന്നു. തുടർന്ന് തുടർന്ന് ഇൻസ്റ്റഗ്രാമിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില ഗൂഗിൾ ഫോമുകൾ വന്നിരുന്നു. അതായത് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക് ഇവിടെ ആ ഫോം പൂരിപ്പിച്ച് നൽകാം എന്ന രീതിയിലുള്ള ഫോമുകൾ വന്നു. ആ അപേക്ഷകളിൽ 100 കണക്കിന് ആളുകളാണ് വന്നതെന്നുള്ളതാണ്. അതിൽ തന്നെ ചില ഗുരുതരമായ കേസുകളാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തൃക്കുന്നപ്പുഴ പുളിന്താഴം സ്വദേശിയായ അഞ്ജലിയുടെയും സുനൂപിൻ്റെയും 6 വയസ്സുകാരനായ കുട്ടിക്കാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. ഈ കുട്ടിയുടെ സാഹചര്യം എന്ന് പറയുന്നത്, കുട്ടി ഏപ്രിൽ 24 ഈ വണ്ടർ ഫോൾസ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് ഈ ഏപ്രിൽ 24 ശേഷം മെയ് 11 കൂടി കുട്ടിക്ക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള സാഹചര്യങ്ങൾ കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതായത് പനി, ഛർദിൽ, അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിന് ബാലൻസ് ഇല്ലായ്മ, ആ ഒരു ഗുരുതരമായ പ്രതിസന്ധി, ശക്തമായ പനിയും കുഞ്ഞിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തുടർന്ന് WNC ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ എത്തിച്ചെങ്കിലും എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇവിടുത്തെ പ്രശസ്തനായ പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോഴാണ് വെള്ളവുമായി കോണ്ടാക്ട്, അതായത് ആലപ്പുഴ ബീച്ചിലെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇവർ പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വരികയും മറ്റ് യാത്രകളില്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വെള്ളവുമായുള്ള ഒരു കോണ്ടാക്ട് വരാൻ സാധ്യതയുള്ളത് ഇവിടെ മാത്രമാണ്. അങ്ങനെ അവിടെ പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഈ ഒരു ഉത്തരത്തിൽ നിന്നാണ് പിന്നീട് കുട്ടിയുടെ ഡയഗ്നോസിസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും കുഞ്ഞിനെ തിരുവല്ലയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. സുബിത്ത് മത്സ്യത്തൊഴിലാളിയാണ്. സുബിത്തിൻ്റെയും അഞ്ജലിയുടെയും കുട്ടിയാണ്. അതായത് 2.5 ലക്ഷം രൂപയാണ് ഇവർക്ക് 5 ദിവസം കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനായി ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വന്നത്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ ഈ കുട്ടിക്ക് അത്തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ അണുബാധ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഇത്തരത്തിലുള്ള മലിനജലവുമായുള്ള കോണ്ടാക്റ്റ് ആയിരിക്കും ഈ അണുബാധയിലേക്ക് നയിച്ചതെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. കാരണം ഈ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ അമ്മ നമ്മളെ കാണിച്ചു തന്നു. അതായത് കുട്ടി ഈ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന രീതിയിലാണ്, കമഴ്ന്ന് കിടന്ന് ഉൾപ്പെടെ കുഞ്ഞ് കളിക്കുന്നുണ്ട്. 6 വയസ്സുള്ള കുട്ടിയാണ്. തുടർന്നാണ് ഈ കുട്ടിക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ തലയിലേക്ക് ഡയറക്റ്റ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മൂക്കിലൂടെ കയറിയിട്ടുണ്ടാകും എന്നുള്ളൊരു
നിഗമനത്തിൽ തന്നെയാണ്. വായിലൂടെയും കുട്ടിക്ക് വെള്ളം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പലതവണ ഈ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി താഴത്തേക്ക് വരുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കളിക്കുകയും ഒപ്പം തന്നെ കുട്ടി ആ വെള്ളത്തിൽ കിടന്ന് ആ വെള്ളവുമായി നല്ല കോണ്ടാക്ട് ആവും. ഏകദേശം 1-2 മണിക്കൂറോളം ആ വെള്ളച്ചാട്ടത്തിൽ ആ കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പേരൻസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളാണ്, അവരെ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. നമുക്ക് കുട്ടിക്ക് ഇതേ ദിവസം അവിടെ ആ വെള്ളച്ചാട്ടത്തിൽ പോയി കളിക്കുന്നു, അതിന് തൊട്ടു പിന്നാലെയാണോ ഈ അണുബാധ ഉണ്ടായത്? അവിടെ നിന്ന് നമുക്കറിയാമല്ലോ, നമ്മൾ ഉൾപ്പെടെ ശാസ്ത്രീയമായി പരിശോധന നടത്തിയതിൽ നിന്നൊക്കെ വലിയ തോതിൽ അണുക്കൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായതാണ്. അതേ സാഹചര്യം തന്നെയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ടിലും വ്യക്തമായിട്ടുള്ളത്. ശരണ്യ, ഡോക്ടർമാർ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുട്ടിക്ക് ഉണ്ടായത് തലച്ചോറിൽ അണുബാധ മൂലമുള്ള അക്യൂട്ട് സെറിബിറ്റലൈസിസ് ആണ് കുട്ടിക്ക് ഉണ്ടായത്. അതായത് സെറിബിലത്തിൽ അണുബാധ ഉണ്ടാകുന്ന രീതിയിൽ തലച്ചോറിലേക്ക് അണുബാധ ബാധിക്കുന്ന രീതിയിലായിരുന്നു. ആദ്യം കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടക്കം കൊണ്ടുപോയെങ്കിലും അവിടെ നിന്നും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് എന്താണ് കുട്ടിയുടെ സാഹചര്യം എന്നുള്ളത്. കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു, ഛർദിലുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കുട്ടിക്ക് ബാലൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏപ്രിൽ 24-ന് കുട്ടി എത്തി. മെയ് 11-ഓടെയാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുന്നത്. അതായത് ആ ഒരു ഇൻക്യുബേഷൻ പീരീഡിന് ശേഷമാണ് കുട്ടിക്ക് ഇത് വരുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല അതിനുശേഷം ഈ തലച്ചോറിലേക്ക് വീക്കം ഉണ്ടാവുകയും തലച്ചോറിലേക്കുള്ള നാഡിയിലാണ് ഈ ഇൻഫെക്ഷൻ രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് അവർ ആദ്യം ചോദിച്ചത് എവിടെയെങ്കിലും യാത്ര പോയപ്പോൾ ഇത്തരത്തിൽ വെള്ളത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഡോക്ടർമാർ ആദ്യം ചോദിച്ചത്. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ രീതിയിലുള്ള ഒരു സിംറ്റംസ് ആയിരുന്നു കുട്ടിക്ക് കാണിച്ചത്. കാരണം കുഞ്ഞിന് ഇരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, ബാലൻസ് നഷ്ടപ്പെട്ട് കുട്ടി സൈഡിലേക്ക് ഇരുത്തുമ്പോൾ വീഴുകയായിരുന്നു. അത്തരത്തിലുള്ള വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കുട്ടി എത്തി എന്നുള്ളതാണ്. പിന്നീട് ഇവിടെ നിന്നും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലാണ് കുട്ടിക്ക് ഇതാണ് പ്രശ്നം കാരണമെന്ന് കണ്ടെത്തുകയും തലച്ചോറിലേക്ക് അണുബാധ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഈ മലിനജലത്തിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് എന്ന് പറയുന്നത് അത് മറ്റു പല രോഗാണുക്കളെയും വഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രാഥമികമായ സൂചനയാണ് ഇത്രയധികം കോളിഫോം ബാക്ടീരിയകൾ. അതായത് ഒരു 100 ml ജലമെടുത്താൽ 10 ഉണ്ടെങ്കിൽ പോലും ആരോഗ്യത്തിന് അത് പ്രശ്നകരമായി ബാധിക്കുന്ന സ്ഥലത്താണ് ഇത് 100 ml-ൽ 1000-ലധികം ബാക്ടീരിയകൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ശക്തമായി വെള്ളം അടിച്ച് മൂക്കിലേക്ക് കയറുകയോ വായിൽ അകത്തേക്ക് പ്രവേശിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ന്യൂറോയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരോടൊക്കെ നമ്മൾ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു. അവരും പറയുന്നത് അങ്ങനെ ഒരു സാധ്യത, അതായത് ഈ ജലത്തിൽ ഇത്രയധികം ബാക്ടീരിയകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് അങ്ങേയറ്റം അപകടകരമാണെന്നുള്ളതാണ്. ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് അത്തരത്തിൽ ഒരുപക്ഷെ നമുക്ക് അവരെ ശ്രദ്ധിക്കാവുന്നതിനപ്പുറത്തേക്ക് മൂക്കിലേക്കൊക്കെ ജലം കയറിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഡോക്ടർ ആദ്യം തന്നെ, ആലപ്പുഴയിലെ പ്രശസ്തയായ പീഡിയാട്രിഷ്യൻ ആദ്യം തന്നെ ചോദിച്ചത് ഇവിടെ പോയിരുന്നോ, ഇവിടെ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടോ എന്നിരുന്നാലും പിന്നീടാണ് ഇവർ പെട്ടെന്ന് കുട്ടിയെ ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നതും അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. 50,000 രൂപയ്ക്ക് മേലുള്ള ഇഞ്ചക്ഷനാണ് കുട്ടിക്ക് ഈ 4 ദിവസത്തോളം എടുക്കേണ്ടി വരികയും പിന്നീട് ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തത്. അഭിലാഷ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരവധി ആളുകൾ ഈ പാരിസ്ഥിതിക മലിനീകരണം, CRZ ലംഘനം, അതിനോടൊപ്പമുള്ള വിഷയങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടും ഇതിനകത്ത് വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ടോ ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ എത്തിയ ആയിരക്കണക്കിന് ആളുകളെ വഞ്ചിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും വിവിധ ഭരണകൂടങ്ങൾ, വിവിധ സർക്കാർ സംവിധാനങ്ങൾ ഈ സംഭവത്തെ ഇപ്പോഴും ലാഘവത്തോടു കൂടി മൂടി വെച്ച് മുന്നോട്ട് പോകുന്നത്. അഭിലാഷ്, യെസ്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. സ്വാഭാവികമാണ്, അവധിക്കാലത്തായിരുന്നു ഇത്തരത്തിൽ ഒരു കാർണിവൽ അവിടെ നടന്നത്. അതിൽ ആയിരക്കണക്കിന് ആളുകൾ ആണ് കാർണിവലിലേക്ക് എത്തിയത്. കുട്ടികളൊക്കെ കളിക്കുന്നത് കാണാം. സ്വാഭാവികമായും ഇത്തരം കാർണിവലിന് എത്തുന്നവരൊന്നും ഇത് മലിനജലമാണോ അല്ലയോ എന്നൊന്നും അധികം ആലോചിക്കാൻ നിൽക്കില്ല. മാത്രമല്ല, കുട്ടികളുടെ വാശിക്ക് രക്ഷിതാക്കൾ വഴങ്ങേണ്ടതായും ഒക്കെ വരും എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊക്കെ അധികൃതർക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ സ്ഥലം നൽകുമ്പോൾ, ഇതിന് അനുമതി നൽകുമ്പോൾ, അതും ഇനി നൽകിയത് എങ്ങനെയെന്നതൊക്കെ അറിയേണ്ടതുണ്ട്. അനുമതി നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയായിരുന്നു. ഈ കുട്ടികളുടെയൊക്കെ ഉള്ളിലേക്ക് ജലം പോയിട്ടുണ്ടാകും, ഈ മലിനജലം പോയിട്ടുണ്ടാകും എന്നതിലൊന്നും ഒരു തർക്കവുമില്ല. പല കുട്ടികളും അത് കുടിച്ചിട്ടുണ്ടാകും എന്നതിലൊന്നും തർക്കമില്ല. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ
പല കുട്ടികൾക്കും ഉണ്ടായിട്ടുമുണ്ടാകും. അതൊക്കെ ഇപ്പോൾ രക്ഷിതാക്കൾ പറയാൻ തയ്യാറാകുന്നുണ്ടോ എന്നത് അറിയില്ല. എന്തായാലും ഇപ്പോഴിതാ ഈ കക്കൂസ് മാലിന്യം കലർന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ഒരു കുട്ടിക്ക് 6 വയസ്സുകാരന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായി. അത് തോട്ടപ്പള്ളിയിൽ ഉള്ള അഞ്ജലി സുബിത് ദമ്പതികളുടെ കുട്ടിക്കാണ്. അവർ എന്തായാലും ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ആ പരാതിയൊക്കെ തെളിയിച്ചെടുക്കുക എന്നത് ശ്രമകരമാകുന്ന ഒന്ന് തന്നെയാണ്. ഈ കമ്പനിക്ക്, ഈ കാർണിവൽ നടത്തിയവർക്കൊക്കെ മറുവാദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും. തെളിവുകൾ നിരത്തുക എന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇത്തരം പരാതികൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അത്തരം ഒരു ശ്രദ്ധ എല്ലാ അധികൃതരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.